ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ദാൻ അതുള്ളൂ. അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകുന്ന വ്ളോഗിൻ്റെ കൂടെ തന്നെ നമ്മളിതാ കണ്ണൂർ സൂവിൽ കൂടെ കയറിയിരുന്നു. ഐ മീൻ സ്നേക്ക് പാർക്കിൽ. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ചെന്ന് കയറിയപ്പോൾ തന്നെ റൊണാൾഡോ ഫാനായ സൂവിലിട്ട് നമ്മൾ തുടങ്ങി. അതേതോ രാഘവൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഫസ്റ്റ് എന്നത് അവിടെ എന്തോ ഒരു സംഭവം കാണുന്നത്. നമ്മൾ അങ്ങോട്ടുണ്ട് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു മീൻകുളം പോലത്തെ സാധനം കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറേ നല്ല നല്ല കറുത്ത കളർ മീൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എൻ്റർ ആവാം. നമ്മൾ ക്യാമറ സീതാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കമോ, പിന്നെ ഞാൻ തന്നെ വാങ്ങി, കാരണം അവനടുത്തൊരു മെനേറ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ കുറേ നല്ല 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 മീനുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. എന്താ റെഡ് വായിക്കാൻ കാണുന്നും കൂടിയില്ല. നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞി മീനും പിന്നെ വലിയ മീനൊക്കെ ഉണ്ട്. ഫുൾ അടിപൊളി മീനുകളുണ്ട്. പക്ഷെ നമ്മൾ ഇത് കാണാനല്ല മെയിനായിട്ട് വന്നത്. എല്ലാവരും കൂടി വന്നത് പാമ്പിനെ കാണാനാണ്. അപ്പോൾ ഇത് കണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോയാലാണ് പാമ്പിനും കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ മീനിനൊക്കെ കണ്ട് നമ്മൾ വേഗം തന്നെ പോയിക്കൊണ്ട് കേട്ടോ. കാരണം നമുക്ക് പാമ്പിനെ കാണാൻ പോകേണ്ടതാണ്. എടുത്തു അതാണ് ഹലോ ഗൈസ്. അപ്പോൾ ഗ്രീൻ ഇഗ്വാനെ കാണുന്നില്ല. പിന്നെ നമ്മളിതാ കാട്ടുപൂച്ചേട്ടോ. ഇത് ബാപ്പച്ചി പറഞ്ഞത് കാട്ടുപൂച്ച തന്നെ നമ്മളിവിടെയൊക്കെ ഉള്ള പോലത്തെ പൂച്ച തന്നെയാണ്. കണ്ട നോർമൽ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടു. പിന്നെ ഇതാ മുള്ളമ്പന്നി കേട്ടോ. കുറേ എണ്ണം ഉണ്ട്. 3 എണ്ണം മിനിമം ഉണ്ടാവും. ഉണ്ടാവും അതൊക്കെ മൂലയിൽ പോയിട്ടാണ് കിടക്കുന്നതെല്ലാം. നമ്മൾ കുറേ ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി വെക്കിയിട്ട് ഒന്നും അനങ്ങുന്നൊന്നുമില്ല. പിന്നെ ഉടുമ്പിനെ കാണുന്നുണ്ട്. ആദ്യം ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ ഒന്ന് ശ്രദ്ധിച്ചേണ്ട കണ്ടതാ. ഈ മരത്തിൻ്റെ മേലെ ഒട്ടിക്കിടക്കുന്ന ഉടുമ്പ് ഗൈസ്. അതുപോലെ നമ്മൾ മരപ്പട്ടി അങ്ങനത്തെ പലതിനെയും കണ്ടതാണ്. എന്താ മരപ്പട്ടി ഇതിന് മാത്രമേ ഡെമ്മി അല്ലാത്ത പോലെ നമുക്കൊരു എന്താ ഒറിജിനാലിറ്റി തോന്നിക്കുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് ആമകളെ കണ്ടോ. ആമകൾ തന്നെ മിനിമം ഒരു 10 എണ്ണത്തിന് കൂടുതലുണ്ട്. 3, അവിടെ ഒരു 6, പിന്നെ വെള്ളത്തിന് നടുവിൽ അത് 1, അങ്ങേ അറ്റത്ത് 1 ഉണ്ട്. അപ്പോൾ വേറെ 7, 8, പിന്നെ ഇവിടെ കണ്ടോ 9. അതെല്ലാവരും പറഞ്ഞാൽ ആദ്യം പാമ്പാണെന്ന്. പിന്നെ വെള്ളത്തിന് അടിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ചുരത്തിലൊക്കെ പോയാലൊക്കെ കാണാൻ പറ്റുന്ന കുരങ്ങാണ് ഗൈസ്. നമ്മളിത് ക്യാമറ കണ്ടപ്പോൾ ഓടി വരുന്നുണ്ട് കുരങ്ങ്. അപ്പോൾ അത് അയാൾക്ക് അവിടെ നിന്ന് മങ്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. പക്ഷേ ആ വീഡിയോയിൽ ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ അത് കാണിക്കാത്ത കേട്ടോ. പിന്നെ നല്ല കുരങ്ങ്. പിന്നെ നമ്മൾ കുറേ എമ്മൂനെ ഞാൻ ഒച്ച ഉണ്ടാക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഓടിപ്പോകും കേട്ടോ. പിന്നെ ഇത് പരുന്താണ് കേട്ടോ ഗൈസ്. അതുപോലെ അപ്പുറത്തും ഉണ്ട് ഈ പരുന്ത്. കണ്ട നല്ല രസമുണ്ട്. അതുപോലെ അപ്പുറത്തുണ്ട് മൂങ്ങയൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ ഇവിടെ മയിലുണ്ടായിരുന്നു കേട്ടോ. മയിൽ രണ്ടെണ്ണം കൊണ്ട്, പക്ഷേ അതിന് പീലിയില്ല. അതുകൊണ്ട് ഇതിനെ മാത്രം ഇപ്പോൾ കാണിക്കുന്നത് മെയിനായിട്ട്. കണ്ടോ, നല്ല അടിപൊളി മയിലാണ്. കളറെല്ലാം കണ്ടില്ലേ, നീല കളർ. പിന്നെ ഒരുപാട് പാമ്പിനെ കണ്ടു. അപ്പോൾ പാമ്പിൻ്റെ പേരൊന്നും ഇനി എടുത്തെടുത്ത് കാണിക്കുന്നില്ല, പറയുന്നില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. ഒരുവിധം ഇഷ്ടം പോലെ തന്നെ ഒട്ടനവധി പാമ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. പാമ്പിനെ കണ്ടിട്ട് നോനിൻ്റെ കിളി ഏകദേശം പോയിട്ടുള്ളത്. നോനി അപ്പോൾ അവിടെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത് പിന്നെ കണ്ട വയസ്സ് ഒരു പാമ്പ് ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നൊരു വിഷയമാണ് ഇത്. ഇതൊന്നും നിങ്ങൾക്ക് ഇനി വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇത് തന്നെ അത് വ്ളോഗിൽ കണ്ട പാമ്പ് വെള്ളം കുടിക്കാൻ അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് അവർക്ക് ചെറിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മെല്ലെ ഇറങ്ങി പിന്നെ കുടിച്ച് തോന്നുന്നുട്ടോ. ഗൈസ് ഇതാ നമ്മുടെ അണലി കുട്ടി ഇതാ നല്ല റെസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അവർ റെസ്റ്റ് എടുത്തോട്ടെ. നമുക്ക് കാണാൻ വലിയ പാമ്പ്.
ഈ ഒരു സംഭവത്തിലാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് വരണ്ട് പോയത്. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. കാരണം അതാ ഇതിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ ജീവനില്ലാത്തതിനെ കൊണ്ട് കിടത്തിയതാണെന്നൊക്കെയാണ്. പക്ഷേ ഇറ്റ്സ് അൺവിശ്വസിക്കബിൾ. പിന്നെ ഞാനിങ്ങനെ സൂം ചെയ്ത സമയത്താണ് ഇതാ ഇവിടെ ഒന്നിനെ കാണുന്നത്. ഇവിടെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും കൂടി ഇല്ലല്ലോ, ഇങ്ങനെ സാധനം അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നമുക്ക് വെള്ളത്തിനിടയിലേക്ക് എത്ര എണ്ണാണെന്നറിയോ? ആ സൈഡിലേക്കും മൊത്തത്തിൽ കുറേ ഉണ്ട്. അതുപോലെ ഇതാ ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഒരു മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ഥലത്തായിട്ടാണ് ഗിർ എന്ന് പറഞ്ഞ സിനിമ, കുഞ്ചാക്കോ ബോബൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും ഗിർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്. ഐ മീൻ ഷൂട്ടിംഗ് ആണ്. മറ്റേ പുലി സിംഹത്തിൻ്റെ ആ ഒരു സീക്വൻസ് ഒക്കെ എടുത്തൊരു ഭാഗമാണിത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റ് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഞാനിവിടെ വന്ന സമയത്ത് ജസ്റ്റ് നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. സിംഹമൊന്നുമില്ല ഗൈസ്, ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു. ഇതാണ് മറ്റേ മണലിൽ ഒളിച്ചിരിക്കുന്ന പാമ്പ് എന്ന് പറയുന്ന സാധനം. വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ ആ സാധനത്തിന്. ഇവിടെ അതിൻ്റെ അടിയിലൊക്കെ കണ്ടു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ പാമ്പുണ്ടാകുന്ന ഈ ഒരു സ്ഥലത്ത് പോയപ്പോൾ മനസ്സിലായി. ഞാൻ ഇതിന് മുന്നേ ഇവിടെ പോയത് ഏകദേശം 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താട്ടോ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, കിങ് കോബ്ര എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും പറയുമ്പോൾ രസമല്ലേ. കണ്ട കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഞാൻ ക്യാമറമാനെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നാണ് കേട്ടോ. എൻ്റെ പത്തി കാണിച്ചു തരാം. അയ്യോ പത്തില്ല, അത് അതിൻ്റെ തലയാണ്. ഇത് ഇവിടെ നേരത്തെ പത്തി വരച്ച് കിടന്നിട്ടുണ്ടേനു. അതുകൊണ്ടോ വലിയൊരു സാധനം. നമ്മൾ കുറേ തപ്പി, ഇത് കൂട് മാത്രമേ കാണുന്നുള്ളൂ, കൂടിനുള്ളിൽ പാമ്പില്ലാന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണിതാ ഈ സൈഡിൽ കരിയിലിൻ്റെ അടിയിൽ കിടക്കുന്നത്. എന്താ ചെയ്യേണ്ടത് ഗൈസ്? അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ലവ് ആൻഡ് ബൈ.